ശുഭപ്രതീക്ഷയായിട്ടാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണത്തിനുടനീളം ഞങ്ങൾ എടുത്തു കാണിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ വയനാട് മണ്ഡലത്തിന്റെ ന്യൂനതകൾ, അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എങ്ങനെ സ്വീകരിക്കാം എന്നുള്ളതും അടുത്ത 5 വർഷക്കാലം കൊണ്ട് ഈ വയനാട് മണ്ഡലത്തെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ളൊരു കാഴ്ചപ്പാടുമായിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വയനാട് മണ്ഡലത്തിന്റെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന ജനത NDAക്ക് വോട്ട് ചെയ്യുമെന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. വളരെ നല്ല പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ലാസ്റ്റ് മൊമെന്റിലേക്ക് നമുക്കറിയാം, ഇതിനു മുൻപ് UDF ഏത് തരത്തിലായിരുന്നു ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയിരുന്നത്, അവർ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടത്താൻ നിർബന്ധിതരായിരുന്നു. കാരണം BJP അത്ര ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് ഈ മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. 7 മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ടിട്ട് 7 മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് പ്രചരണ പരിപാടികളുമായിട്ട് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. അടിത്തട്ടിലുള്ള പ്രവർത്തകർ വരെ വളരെ സജീവമായിട്ട് ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. കേന്ദ്ര നേതൃത്വത്തിൻ്റെ സഹായത്തോടു കൂടെ തന്നെ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ഇലക്ഷൻ വർക്കുമായിട്ട് ഇതിനെ ഒരു പര്യവസാനം കാണാൻ സാധിച്ചിട്ടുണ്ട്. LDF ഇവിടെ എത്രത്തോളം പ്രസക്തമായിരുന്നു എന്നുള്ളത് ചോദിക്കേണ്ട ഒരു വിഷയമാണ്. LDF UDF എന്ന് പറഞ്ഞ 2 സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിലും അത് ഒരു സ്ഥാനാർത്ഥിയെ അപ്രസക്തമാക്കിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ആ ഒരു അലയൻസ് തന്നെ മുൻപോട്ട് വെച്ചുകൊണ്ടുള്ളൊരു കാഴ്ചപ്പാടാണ് എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം പ്രചരണ രംഗത്തായാലും ശരി, വ്യക്തിപരമായിട്ടായാലും ശരി, ഈ ഒരു പ്രചരണ വേദിയിൽ ഒരു പാർട്ടിയുടെ വ്യക്തി ഒട്ടും സജീവമായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. BJPയുടെ വോട്ടുകൾ കുറഞ്ഞിട്ടില്ല. നമുക്കറിയാം, വയനാടിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള ഉരുൾപൊട്ടൽ, അങ്ങനെ പല വിഷയങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒരു ബൈ ഇലക്ഷൻ, ഇത് തള്ളിവിട്ടിരിക്കുന്ന ഒരു ഇലക്ഷനാണ്. ആ ഒരു ഇലക്ഷനോടുള്ളൊരു വിമുഖത ജനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ബാധിക്കുന്നത് LDFനെയും UDFനെയും തന്നെയാണ്. മൃഗീയ ഭൂരിപക്ഷം അവകാശപ്പെട്ടിരുന്ന UDF പിന്നീട് അവരുടെ ഭൂരിപക്ഷത്തിന്റെ തോത് കുറച്ച് കൊണ്ടുവന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അവർക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് UDFന് വന്ന് ചേരേണ്ടതായിട്ടുള്ള വോട്ട് വന്നിട്ടില്ല എന്നുള്ളത്. അങ്ങനെയല്ല, മത്സരം നടക്കുന്നത് NDAയും ഇന്ത്യ അലയൻസുമായിട്ടാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് മറ്റ് പാലക്കാടൊക്കെ ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ സമയത്ത് SDPI ഒക്കെ തുറന്ന് ഒരു ഡിക്ലറേഷൻ തന്നെ നടത്തി. അവരൊക്കെ ഒന്നിച്ച് UDFനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു ഡിക്ലറേഷനൊക്കെ നടത്തി. അതേ സമീപനം തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിട്ടായിരുന്നു. അതേ ഫോമുല തന്നെയാണ് ഇവിടെയും വർക്കൗട്ട് ആയിട്ടുള്ളത്. സൗഹൃദ മത്സരം, ഒരു മത്സരിക്കാൻ വേണ്ടി ഒരു കാൻഡിഡേറ്റിനെ ജസ്റ്റ് വെച്ചു എന്നേ ഉള്ളൂ. അവരുടെ പ്രവർത്തകർ വരെ ഒട്ടും സജീവമായിരുന്നില്ല. ഹോർഡിങ്സ് ആയാലും പോസ്റ്റേഴ്സ് ആയാലും പ്രചരണ രംഗത്തൊക്കെ വളരെ പുറകിൽ തന്നെയായിരുന്നു അവർ. വഖഫ് വിഷയം തുടക്കത്തിൽ മുൻപത്തുള്ള 650 കുടുംബങ്ങളെ മാത്രം ബാധിച്ചിരുന്ന വിഷയമാണെങ്കിൽ ഈ വയനാട് ഇലക്ഷനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം, മാനന്തവാടി, തലപ്പുഴ ഭാഗത്ത് നിരവധി വീടുകളിൽ നോട്ടീസ് വരികയുണ്ടായി. ആ വീടുകളിൽ ഞങ്ങൾ നേരിട്ട് ചെന്ന് സന്ദർശിച്ചിരുന്നു. 10 സെന്റിൽ താഴെ ഭൂമിയുള്ള ആളുകൾക്ക് അവരുടെ ജീവിത സമ്പാദ്യം മുഴുവൻ എടുത്ത് ഉണ്ടാക്കിയിരുന്ന വീടുകൾ, അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ആ നോട്ടീസ് വന്നതോടുകൂടെ വളരെ ഭീതിയുടെ നിഴലിൽ തന്നെയാണ് ആളുകളുള്ളത്. അപ്പോൾ ഇതിനൊരു അമെൻമെൻറ്റ് ബില്ല് കേന്ദ്ര സർക്കാർ മുൻപോട്ട് കൊണ്ടുവന്നപ്പോൾ ആ ബില്ലിനെ എതിർത്തുകൊണ്ട് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളതാണ് LDFും UDFും. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഒരു ഇരട്ടത്താപ്പ്, ഒരു കപട രാഷ്ട്രീയം മുഖം ഇവിടെ വ്യക്തമായിട്ടുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ NDA സർക്കാർ തീർച്ചയായിട്ടും ആ ഒരു അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവരുന്നതോടുകൂടെ ഇത്തരം എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്ന ഒരു അമെൻമെൻ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു ബില്ല് കൊണ്ടുവരാൻ NDA സർക്കാർ ഒപ്പം നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുള്ളത് കൊണ്ട് അവർ ഈ ഒരു പാർട്ടിയിൽ അവരുടെ വിശ്വാസം കൂടെ അർപ്പിക്കുന്നു. അങ്ങനെ പ്രത്യേക ഒരു വിഭാഗത്തിന്റെ വോട്ട് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ കക്ഷികളെയോ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. തലപ്പുഴ ഭാഗത്ത് കുറച്ച് മുസ്ലിം കുടുംബങ്ങൾക്കാണ് ഇത് വന്നിട്ടുള്ളത്. പാലക്കാട് ഭാഗത്ത് നമുക്കറിയാം കുറച്ച് അഗ്രശാലകളിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക്. അതുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ടല്ല ഇത്. സമൂഹത്തിന്റെ കുറച്ച് താഴേക്കിടയിൽ നിൽക്കുന്ന വളരെ കുറച്ച് ഭൂമി പൊസസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ആശങ്ക ഈ ഒരു അവസരത്തിലുണ്ട്. അതുകൊണ്ട് ഒരു സൊസൈറ്റി, ഒരു പൂർണ്ണമായിട്ടും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സൊസൈറ്റിയെ സംരക്ഷിച്ച് നൽകുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതേ കാഴ്ചപ്പാടുമായിട്ടാണ് ഞങ്ങളും പോകുന്നത്.